ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. തുടങ്ങുമ്പം തന്നെ കാണുന്നത് നമ്മുടെ ചാരങ്ങാട്ട് വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇതേണ്ട ഗംഗയും അതുപോലെ ഇവരെല്ലാവരോട് സെൽഫി എടുത്ത് സന്തോഷിക്കുകയാണ്. അപ്പോൾ വേഗം ശേഖരൻ അങ്ങോട്ട് വന്നിട്ട്, എൻ്റെ ഗംഗമോളെ സെലിബ്രിറ്റി ഗസ്റ്റ് വരും എന്ന് പറഞ്ഞാൽ എന്നെ പറ്റിക്കുകയാണോ? എത്ര നേരമായി നോക്കിക്കുന്നു, ഇതുവരെ ആരും കണ്ടതുമില്ല. എൻ്റെ പൊന്നു ശേഖരേട്ടാ, സെലിബ്രിറ്റി ഗസ്റ്റൊക്കെ വന്നോളും. ശേഖരേട്ടൻ കമലയിടത്ത് എവിടെയാന്ന് പോയി നോക്ക്. അപ്പോൾ അതേണ്ട രാധാമണി അങ്ങ് വന്നു. ഗൗരി, നീ കമലയെ കണ്ടിരുന്നോ? അയ്യോ, കമലയിടത്ത് ഇവിടെ എവിടെയോ ഉണ്ടെന്ന് അമ്മയെ ഞാൻ കരുതിയത്. നാളെ നമ്മളെ മണിമുത്തശ്ശിയുടെ അടുത്ത് കാണാം. അമ്മ മുത്തശ്ശിയുടെ അടുത്ത് നോക്കിയോ? ആ നോക്കിന്നേ, കമല അമ്മയുടെ കൂടെ ഇല്ല. പിന്നെ അവിടെ പോയി? അയ്യോ, കമലയിടത്ത് എങ്ങോട്ടാണ് പോയത്? ശങ്കർ, ഞാനൊന്നും നോക്കട്ടെ എന്ന് പറഞ്ഞോണ്ടേ ഗൗരി. അപ്പോൾ ഉടനെ മഹാദേവൻ അങ്ങോട്ടേക്ക് വന്നിട്ട്, ഹേയ്, എന്നിട്ടാ പ്രശ്നം എന്ന് ചോദിച്ചു. അച്ഛാ, ഇന്ന് എല്ലാവരും സന്തോഷമായിട്ട് എല്ലാവരും ഫുൾ വൈബായിട്ട് നിൽക്കുന്ന സമയത്ത് ആ ഭ്രാന്തി കാരണം ഇന്ന് എല്ലാ കാര്യങ്ങളും താക്കിടം അറിയുന്ന ലക്ഷണം കേട്ടോ. എന്താ ശേഖരേട്ടാ ഇത്? നമ്മുടെ കമലയിടത്തേക്ക് സുഖമില്ലാത്തതുകൊണ്ടല്ലേ ആ ഒരു പരിഗണന നമ്മൾ കമലയിടത്തേക്ക് കൊടുക്കണ്ടേ ശേഖരേട്ടാ? അവൾക്ക് സുഖമില്ല, ശരിയാടാ. പക്ഷേ അതിൻ്റെ ബുദ്ധിമുട്ട് മുഴുവൻ അനുഭവിക്കുന്നത് മറ്റുള്ളവർ കൂടിയല്ലേ? ഇപ്പം തന്നെ കണ്ടില്ലേ നീ, അവൾ എവിടേക്ക് ഇറങ്ങിപ്പോയി. ഇനി ഫുൾ ന്യൂസും അല്ലെങ്കിൽ എല്ലാ ഫുൾ ടീംസും ആ പുറകെ തന്നെ പോകണം. ഈ പരിപാടിയുടെ കളർ തന്നെ മാറില്ലേ? കമല എവിടെ പോവാനാ? അവൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവൂടാ. നീ ഒന്നും മിണ്ടാണ്ടിരുന്നേ അവിടെ. ഫംഗ്ഷൻ തുടങ്ങാൻ ഇനിയും സമയമുണ്ടല്ലോ. ഏട്ടത്തി എവിടെയാണെന്ന് നമുക്ക് തൽക്കാലം ഒന്ന് അന്വേഷിക്കാം. അല്ല, അപ്പോൾ വേണം മഹാദേവൻ. അയ്യോ, അത് വേണ്ട ഗൗരിമോള് പോകണ്ടാട്ടോ എന്ന് പറഞ്ഞു. ഗൗരിമോളുടെ ബർത്ത്ഡേ അല്ലേ ഇന്ന്, അതുകൊണ്ട് തൽക്കാലം മോൾ ഇവിടെ തന്നെ നിന്നോ. ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് വരാച്ച എന്ന് പറഞ്ഞു ശങ്കര. കുട്ടി ശങ്കര, അത് വേണ്ട. നിനക്ക് നിർബന്ധമാണെങ്കിൽ നീ വേണമെങ്കിൽ തനിച്ചു പൊക്കോ. പക്ഷെ ഗൗരി ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ വേഗം രാധാമണി ചോദിക്കുവാണ്, അതെ, കമല അന്വേഷിച്ച് ശങ്കറും ഗൗരിയും കൂടി ഒരുമിച്ച് പോയാൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം? രാധാമണി തങ്കച്ചി, അതെ, ഇന്ന് ഗൗരി മോളുടെ പിറന്നാളാണ്. ഇന്ന് ഈ പിറന്നാൾ ദിവസം കേക്ക് മുറിച്ച് ആഘോഷിക്കാണ്ട് പിറന്നാളുകാരി ഇവിടുന്ന് പോകാൻ പാടില്ല. ഇങ്ങനത്തെ ആചാരങ്ങളൊന്നും ഞാൻ കേട്ടിട്ടേ ഇല്ല. അയ്യോ, നിനക്കറിയാത്ത പല ആചാരങ്ങളും ഈ ലോകത്തുണ്ടാവും. അതുകൊണ്ട് രാധാമണി, നീ ഒന്നും മിണ്ടാണ്ടിരിക്കുക, അതാട്ടോ നല്ലത്. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മുടെ കമലയിടത്തിയുടെ മാസ് എൻട്രി. എല്ലാവരും ഞെട്ടിവായി കൈ വെച്ച് നിൽക്കുകയാണ് നമ്മുടെ രാധാമണി തങ്കച്ചി. എൻ്റെ അമ്മോ, ഇതാര്? കോഴിശേഖരനാണ് ഇങ്ങനെ തല കുലുക്കാൻ നോക്കണത്. ഇത് കമല തന്നെയാണോ എന്നറിയാതെ. അപ്പോൾ ഗംഗയ്ക്ക് ചിരിയാട്ടോ വന്നത്. അപ്പോൾ കമല ദേണ്ട വന്നു കയറി. എൻ്റെ അമ്മോ, ഇത് ചേഞ്ചായിട്ടോ, അടിപൊളി എന്ന് പറഞ്ഞു. എൻ്റെ പാറമേക്കാവ് ഭഗവതി എന്ന് വിളിച്ച് ശേഖരൻ ഇങ്ങനെ നെഞ്ചത്ത് കയ്യും വെച്ച് അങ്ങ് നിൽക്കുകയാണ്. പിന്നെ പറയണ്ടല്ലോ, ഷോക്കായി പോയി എന്നുള്ളതാണ് സത്യം. ഇത് എൻ്റെ കമല തന്നെയാണോ എന്ന് ചോദിച്ചോ. അതേടാ, കോഴിശേഖരൻ്റെ ഭാര്യ നമ്മുടെ കമല തന്നെ ഞാൻ എന്ന് പറഞ്ഞു. അപ്പം എല്ലാവരുടെ ആവത്ത് ഇത് ചിരിക്കാട്ടോ. അടിപൊളി, നല്ല മാസ് കൗണ്ടർ. എന്താണെങ്കിലും അതിപ്പോൾ കമലയിടത്തി തന്നെയാണ്, അതെനിക്ക് ഉറപ്പായി. എൻ്റെ കമലയിടത്തി, ഇതെന്തൊരു മാറ്റാ ഗൗരി? എൻ്റെ ഈ മാറ്റം നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോന്നോ? എൻ്റെ കണ്ണ് തള്ളിപ്പോയി. സൂപ്പറായിട്ടുണ്ട്. കോഴിശേഖരൻ ആദ്യമായിട്ട് കാണുന്നത് പോലെ ആയിപ്പോയി. കമലയെ നോക്കി നിപ്പോട് നിപ്പാണ്. നമ്മുടെ ശേഖരേട്ടൻ്റെ കിളി പോയുള്ള നിപ്പ് നോക്കി ഗൗരിയെ എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ ചിരിക്കാട്ടോ. കമലേ, ആര് പറഞ്ഞിട്ടാ നീ ഈ കോലം കെട്ടിയത് എന്ന് ചോദിച്ചു രാധാമണി. അമ്മേ, എൻ്റെ ഈ രൂപം മാത്രമേ മാറിയിട്ടുള്ളൂ, പക്ഷെ എൻ്റെ ഭ്രാന്ത് മാറിയിട്ടില്ല കേട്ടോ. അതോർത്താൽ അമ്മയ്ക്ക് നല്ലതാ എന്നുകൂടെ കമല ഒരു വാണിംഗ് കൂടെ കൊടുത്തു. അതെ, ഈ പുതിയൊരു മാറ്റം എനിക്ക് തന്നതേ ഈ നിൽക്കുന്നയാളാ ഗംഗ. അവളാണ് എൻ്റെ മുടി ഇങ്ങനെയാക്കി തന്നതും പിന്നെ എനിക്ക് ഈ ഡ്രസ്സും ഇതെല്ലാം ഗംഗ ശരിയാക്കി തന്നതാ എനിക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഗംഗ ചിരിച്ചോണ്ട് നിൽക്കുക. താൻ എനിക്കൊരു സൂചന പോലും തന്നില്ലല്ലോ. ഗംഗയുടെ സർപ്രൈസുകൾ അങ്ങനെ തന്നെയാട്ടോ എന്ന് പറഞ്ഞു. പൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ബർത്ത്ഡേ പാർട്ടിയുടെ സെലിബ്രിറ്റി എത്തിയ സ്ഥിതിക്ക് നമുക്കത് കേക്ക് മുറിച്ചാലോ എന്ന് ചോദിച്ചു അജിത്ത്. ഗൗരിയുടെ അച്ഛനും അമ്മയും ഇപ്പം എത്തും.
അതിനുശേഷം കേക്ക് മുറിക്കാം. അപ്പോൾ ഗംഗ അങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ രാധാമണിയുടെ എന്നുള്ള മട്ടിൽ വേഗം തന്നെ കമല ചോദിക്കുകയാണ്, അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അതിൽ? ആ അല്ല, എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല മോളെ. പിന്നെ ഗംഗ മോള് പറഞ്ഞത് അല്ലേ അതിൻ്റെ ഒരു ശരി എന്ന് ചോദിച്ചു. അപ്പം ശേഖരനാണ് ഇങ്ങനെ കണ്ണ് ചെമ്മി നോക്കുക കേട്ടോ. ആഹാ കൊള്ളാലോ, കമലടുത്തേക്ക് മാത്രമല്ല കേട്ടോ, നമ്മുടെ അമ്മയ്ക്ക് നല്ല മാറ്റമുണ്ട് കേട്ടോ. കണ്ടില്ലേ, ചാരങ്ങാട്ട് ഫാമിലി ഫുൾ കംപ്ലീറ്റ് അങ്ങോട്ട് മാറിട്ടോ, ഫുൾ വൈബാണ് എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും ചിരിക്കാം. ശേഖരനാണ് കമലയുടെ മുഖത്തുനിന്ന് കണ്ണെടുക്കുന്നില്ല, വാ പൊളിച്ചാ നോക്കണത്. എൻ്റെ പൊന്നോ, ആ നോട്ടം കണ്ടച്ചാൽ മതി, ഇത് ശേഖരൻ്റെ ഭാര്യ തന്നെയല്ലേ, ഇത്രയും സൗന്ദര്യം ഇവർക്ക് ഉണ്ടായിരുന്നോ എന്നൊക്കെയുള്ള മട്ടിലാണ് ശേഖരൻ്റെ നിപ്പ്. അപ്പം നമ്മുടെ കുഴിത്തുരുമ്പ് വക്കീൽ വെപ്രളം പിടിച്ച് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പം മഹാദേവൻ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി വക്കീലിൻ്റെ അടുത്തേക്ക്, ഇങ്ങോട്ട് വാടോ ഇതാ. എടാ ഇഞ്ചപ്പുളി വക്കീലേ, താൻ ഇത്ര നേരം എവിടെ പോയി കിടക്കായിരുന്നടോ? എൻ്റെ മഹാദേവൻ സാറേ, നമ്മൾ ഡീൽ ചെയ്യുന്നതേ നിസ്സാര കക്ഷിയല്ല കേട്ടോ, അവരൊന്നും കൈ കിട്ടണ്ടേ. എടോ ഇങ്ങോട്ട് വാടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇയാളെ കൂട്ടിക്കൊണ്ട് അപ്പുറത്തേക്ക് പോവാ. അപ്പോൾ രാധാമണി ഇങ്ങേരും ആ കുമാരൻ വക്കീലും ചേർന്ന് എന്തോ ഒരു തരികിട പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ, എന്തായിരിക്കും അത് എന്ന് രാധാമണി ഇങ്ങനെ ആലോചിക്കുക. എന്തോ ഉണ്ട്, എന്താണെങ്കിലും നല്ല കാര്യമായിരിക്കും എന്നോർത്ത് രാധാമണി ചിരിച്ചുകൊണ്ട് നിൽക്കുക. വക്കീലിനോട്, എടോ പെരട്ട വക്കീലേ, അവരെവിടെ? നമ്മുടെ അമ്പത് തമ്പിയും മക്കളും എപ്പോഴും ലാൻഡ് ചെയ്തോ? തമ്പി അണ്ണനെ പോലൊരു ഗാങ്സ്റ്റർ ഈ കൊട്ടേഷൻ ഏറ്റെടുത്തത് മഹാദേവൻ സാറിൻ്റെ ഭാഗ്യാട്ടോ. തള്ളി മറിക്കാതെ അവരെ ഇങ്ങോട്ട് വിളിക്കടോ. ദേ ഇങ്ങ് നോക്കിയേ, മഹാദേവൻ സാർ അങ്ങ് നോക്ക്, ദേ നിൽക്കുതോട്ടോ നമ്മുടെ തമ്പിയും പിള്ളേരും എന്ന് ചോദിച്ചു. ആഹാ അതെ, അതാണ് തമ്പി അണ്ണനും ഗ്യാങ്ങും, എങ്ങനെയുണ്ട്, കൊള്ളാല്ലേ, സൂപ്പറല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവന്മാരെല്ലാം ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് മഹാദേവൻ കൊള്ളാം എന്നുള്ള മട്ടിൽ സാറ് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു. അപ്പോൾ സാർ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഒന്ന് നമ്മുടെ വക്കീൽ പറയണം, തമ്പി അണ്ണാ വരണം. അതെന്തൊരു ആവരണമാടാ, അങ്ങനെ ഒരു ആവരണം ഉണ്ടോ? അയ്യോ തമ്പി അണ്ണൻ ഇങ്ങോട്ട് വരിക, എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ മഹാദേവൻ ഇങ്ങനെ അടിമുടി നോക്കുക കേട്ടോ. സ്റ്റൈലൊക്കെ ഉണ്ട്, പിന്നെ മീശയൊക്കെ പിരിച്ച്. എടോ കേട്ടിട്ടുണ്ടാവും എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം തന്നെ അടുത്തതെന്നോ പറയാണ്, കേട്ടിട്ടുണ്ടെന്ന് പറ തമ്മിയാണോ? കേട്ടിട്ടുണ്ട്, ഞാൻ മഹാദേവൻ, ചാരങ്ങാട്ട് മഹാദേവൻ. എങ്ങോട്ട് ചാരാൻ ഇയാളീ പറയണത്? ഇയാളുടെ വീട്ടിൽ വരാ പറഞ്ഞത്. എടോ കൊഴുത്തുരുമ്പേ, ഇയാൾ എന്നെ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ വക്കീലേ. എൻ്റെ പൊന്നു മഹാദേവ സാറേ, ഈ ഗാങ്സ്റ്റർമാർ അങ്ങനെയാണെന്നേ, ഒന്ന് ചിരിക്കത്ത് കൂടിയില്ല കേട്ടോ, അതാട്ടോ അവരുടെ ഒരു പ്രകൃത. സാറ് ഈ ബിഗ് ബി സിനിമ കണ്ടിട്ടില്ലല്ലേ? അതെന്താടോ എന്ന് ചോദിച്ചു. മമ്മൂക്കാൻ്റെ ഫുള്ള് സൈലൻ്റ് ആയിരിക്കും, അതെ പതുക്കെ നടക്കുള്ളൂ കേട്ടോ, സ്ലോ മോഷനിൽ. എന്നിട്ട് തേങ്ങയാണേലും ശരി, താൻ അയാളോട് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടോടോ വക്കീലേ? എന്നെ പൊന്ന് സാറേ, എല്ലാം വ്യക്തമായിട്ടും വെട്ടിപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെ, കേക്ക് മുറിക്കുന്ന ടൈം ആകുമ്പോൾ ആ ലൈറ്റ് അപ്പോഴായിരിക്കും ഓഫാകുക. ആ ടൈമിൽ നമ്മുടെ തമ്മിയുടെ ടീം അവിടെ കയറി അറ്റാക്ക് ചെയ്യണം, മനസ്സിലാവുന്നുണ്ടോ? പിറന്നാളുകാരുണ്ടല്ലോ ഗൗരി, അവൾക്ക് നല്ല 8ൻ്റെ പഴി തന്നെ കൊടുത്തിരിക്കണം. ഒരു ഇരുമ്പ് കമ്പി എടുത്ത് ഗൗരിയുടെ തലമണ്ട അങ്ങ് തല്ലിപ്പൊളിച്ചാലോ? മതി, ധാരാളം മതി എന്ന് പറഞ്ഞോണ്ടേ മഹാദേവൻ. പക്ഷേ ഗൗരിനെ അല്ലാണ്ട് വേറെ ആരെയും ഉപദ്രവിക്കാൻ പാടില്ല, മനസ്സിലായോ? ആ കാര്യം താൻ പ്രത്യേകം ശ്രദ്ധിച്ചോണം. അപ്പോൾ തന്നെ രാധാമണി അങ്ങോട്ടേക്ക് ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുക കേട്ടോ. സുന്ദരി പെണ്ണാണോ ഗൗരി എന്ന് ചോദിച്ചു. അപ്പോൾ രാധാമണി അവിടെ നിന്ന് കണ്ടിട്ട്, അയ്യോ അത് നമ്മുടെ രാധേച്ചിയാ. ആ മസാല ദോശയുടെ പേര് രാധ എന്നാണോ? മസാല ദോശയോ? അല്ല സോറി, മദാലസ. ഡോ വക്കീലേ, താനും കൂടെ വന്നിടോ, എന്തുവാടോ പറഞ്ഞത് എന്ന് ചോദിച്ചോണ്ട് വക്കീൽ നമ്മുടെ മഹാദേവൻ സാറിനോട് പോവാ. ഡോ ആ ഉണക്കത്തുമ്പിനെ എവിടെ നിന്നാണോ കിട്ടിയത്? എൻ്റെ മഹാദേവൻ സാറേ, തമ്പി അണ്ണൻ ആളറിയേണ്ട പറഞ്ഞു പോയതാട്ടോ, ആള് കിട്ടുവാട്ടോ. ദേ ഞാൻ ഗ്യാരണ്ടി എന്ന് പറഞ്ഞു വക്കീൽ. അപ്പോൾ അതെ നമ്മുടെ രാധാമണിയെ കണ്ടിട്ട് നിൽക്കുകയാണ്. ആയി എന്നൊക്കെ പറഞ്ഞു. എൻ്റെ പൊന്ന് തമ്മിയണ്ണ,
പട്ടിണി കിടന്ന് നരകിച്ചിട്ട് കിട്ടിയൊരു കൊട്ടേഷനാണ്. നിങ്ങളുടെ ഈ ഞരമ്പ് സ്വഭാവം കാരണം അത് കളഞ്ഞ് കുളിക്കില്ലേ എന്ന് കൂടെയുള്ളവന്മാർ നമ്മുടെ തമ്പിയോട് ഇങ്ങനെ പറയാണ്. അതെ എൻ്റെ പൊന്നോ, എനിക്ക് സഹിക്കാൻ പറ്റണില്ല കേട്ടോടോ വക്കീലേ എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും മഹാദേവനെയും കൂട്ടിക്കൊണ്ട് വക്കീൽ അങ്ങോട്ട് വരികയാണ്. ഇനി പറയണ കാര്യങ്ങൾ താൻ ശ്രദ്ധിച്ച് കേൾക്കുക, മനസ്സിലാവുന്നുണ്ടോ? തൃശ്ശൂർ ഞാൻ ജയിക്കുമെന്നറിയാവുന്ന എതിർ പാർട്ടിക്കാർ എൻ്റെ വീട് ആക്രമിച്ച് എൻ്റെ സ്വന്തം മരുമകളെ അവർ വീട് എന്താ പറയുക ഇരുമ്പ് വടി കൊണ്ട് അടിച്ച് അത്യാസന്ന നിലയിലാക്കി. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ വരുത്തി തീർക്കണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ പരിപാടിയൊക്കെ നടത്തുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സഹതാപം കിട്ടാൻ മഹാദേവൻ സാറിനെയും ചിലപ്പോൾ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ആക്രമിക്കും. അയ്യോ അത് വേണ്ടട്ടോ, എൻ്റെ ദേഹത്ത് തൊട്ടാലേ കളി മാറൂട്ടോ, കളി മാറുവേ എന്ന് പറഞ്ഞു. അല്ല മഹാദേവൻ സാറേ, തമ്പി എണ്ണം പറഞ്ഞതിലും ചെറിയ കാര്യമുണ്ട് കേട്ടോ. അതെന്താന്ന് വെച്ചാലേ, എന്ത് കാര്യം? ഗൗരിയെ മാത്രം ആക്രമിച്ചാൽ സംശയം ഉണ്ടാവില്ലേ? മാത്രമല്ല സഹതാപം ഫുള്ളായിട്ട് കിട്ടുകയില്ല. അതുകൊണ്ടേ ഒരു കാര്യം ചെയ്യാം, ഗൗരിയെ ഇരുമ്പ് വണ്ടി കൊണ്ട് തല്ലുന്ന സമയത്ത് ഡമ്മി വടി കൊണ്ടായിരിക്കും മഹാദേവൻ സാറിനെ തല്ലണത്. എന്താ അത് പോരെ എന്ന് ചോദിച്ചു. ചെറിയൊരു ഉറുമ്പ് കടിക്കുന്ന വേദന ഉണ്ടാവുള്ളൂന്നേ, സാരമില്ലെന്നേ, അത്രേ ഉള്ളൂന്നേ. ശരി എന്നാൽ നിർബന്ധമാണെങ്കിൽ ആയിക്കോ എന്ന് പറഞ്ഞു മഹാദേവൻ. വക്കീലേ, ദേ എനിക്ക് തല്ല് കിട്ടണതേ മൊബൈലിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്യണം കേട്ടോ, മനസ്സിലായോടോ? ഷൂട്ടൊക്കെ കൊള്ളാം, പക്ഷേ ദേ ഈ ഗ്യാങ്സ്റ്റർ തമ്പിയുടെയും ഗ്യാങ്ങിൻ്റെയും ഫേസ് വരാതെ ശ്രദ്ധിച്ചിട്ട് വേണം, മനസ്സിലായോ? അതൊക്കെ വക്കീൽ നോക്കിയോളും. ദേ തമ്പി, ഒരു കാര്യം പറഞ്ഞേക്കാം, സൂക്ഷിച്ച് വേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ. മിസ്റ്റർ ചാരങ്ങാട്ട് മഹാദേവൻ, ഗ്യാങ്സ്റ്റർ ജമ്പർ തമ്പിയെക്കുറിച്ച് നിങ്ങൾക്കൊരു തേങ്ങ അറിയത്തില്ല, അതുകൊണ്ടാ. പിന്നെ രക്തം കൊണ്ട് മുഖം കഴിയുന്നവനെ കുങ്കുമം കാണിച്ച് വെറുതെ ഭയപ്പെടുത്തരുത് അല്ലേ എന്ന് പറഞ്ഞ് ഇവന്മാരിങ്ങനെ ഭയങ്കരം ചിരി. ആഹാ എന്താ സന്തോഷം. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ പ്രൊഫസറേയും വേണീനെയും നന്ദിനി അമ്മേനെയാണ്. അപ്പം 3 പേരുടെ ഇതേ പോലീസ് സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. അപ്പം നന്ദിനി അമ്മ ആരതിയെ വിളിച്ചിട്ട്, ആരതി നിങ്ങൾ 2 പേരും വണ്ടിയിൽ തന്നെ ഇരുന്നാൽ മതി, ഇങ്ങോട്ടേക്ക് വരണ്ട. ഞാൻ പറയണ കേൾക്കണ്ടോ? വരണ്ടെന്ന് പറഞ്ഞില്ലേ? നീ അവിടെ തന്നെ ഇരി ആരതി, ഞങ്ങൾ ആദർശിനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക, ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഫോണങ്ങ് വെച്ചു നന്ദിനി അമ്മ. അല്ല ഇനിയിപ്പോൾ ശ്യാമേട്ടാ, ഇതുവരെ നമ്മളെ ഒന്നും വിളിച്ചില്ലല്ലോ, എന്തായിരിക്കും? നമ്മൾ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ നേരമായല്ലോ. അപ്പം പ്രൊഫസറെ, എത്രയും വേഗം നമ്മുടെ ആദർശനെ കണ്ടുപിടിക്കണമെന്ന് ഒന്ന് പറയ. മോളെ വേണി, നീ ഒന്ന് വിഷമിക്കാതിരിക്കുക. ആദർശിനെ തട്ടിക്കൊണ്ടു പോയവരുടെ ഫോട്ടോയും അവരുടെ വണ്ടിയുടെ നമ്പരും ഒക്കെ നമ്മുടെ കയ്യിലുണ്ടല്ലോ. ഈ തെളിവുകൾ വെച്ച് പോലീസിന് ആദർശിനെ കണ്ടെത്താൻ പറ്റുമായിരിക്കും അല്ലേ ശ്യാമേട്ടാ? കണ്ടെത്താൻ പറ്റൂന്നേ. ആദർശിന് ഒരു കുഴപ്പമുണ്ടാവില്ല, നിങ്ങളൊന്ന് സമാധാനപ്പെട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വിഷമിച്ചിങ്ങനെ ഇരിക്കുമ്പം, എന്നാലും നമ്മുടെ പാവം ആദർശനോട് ആരാ ഇത് ചെയ്തതെന്തോ, എന്തൊട്ടിനാ ഇത് ചെയ്തതെന്നോ ഒരെത്തും പിടിയും കിട്ടണില്ലല്ലോ എൻ്റെ പ്രൊഫസറെ. അവൻ ആരോടെങ്കിലും വഴക്കോ മറ്റോ ഉണ്ടാക്കിയിരുന്നോ മോളെ? അങ്ങനെ എന്തെങ്കിലും നിന്നോട് പറഞ്ഞിട്ടുണ്ടോ വേണി? ആദർശേട്ടന് ഒരാളോടും അങ്ങനെ വഴക്കിടാൻ പോകാനില്ലെന്ന് പ്രൊഫസർക്ക് നന്ദിനിയമ്മയ്ക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ മോളെ. ആദർശ അനാവശ്യമായി ഒരു പ്രശ്നങ്ങൾക്കും പോവില്ല എന്ന് ഞങ്ങൾക്കറിയാം. അതല്ല കേട്ടോ മോളെ ചോദിച്ചത്. ആർക്കെങ്കിലും അവളോട് ശത്രുതയുള്ളതായിട്ട് നിനക്കറിയോ എന്നാ ചോദിച്ചത്. അങ്ങനെ എന്തെങ്കിലും അവൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ മോളെ? അതാ അറിയേണ്ടത് എന്ന് പറഞ്ഞു. അത് പിന്നെ നന്ദിനിയമ്മേ, പെട്ടെന്ന് എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ആദർശൻ അങ്ങനെ എന്തൊട്ടെങ്കിലും പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്ക് ഓർത്തെടുക്കാൻ പറ്റണില്ല കേട്ടോ. സാരമില്ല മോളെ, സമാധാനമായിട്ട് ഒന്ന് ആലോചിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടെങ്കിൽ മോള് പറയുക. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കോൺസ്റ്റബിൾ വന്നിട്ട് നിങ്ങളെ സാറ് വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം തന്നെ വേണിയും അതുപോലെ തന്നെ ശ്യാം സാറും നന്ദിനി അമ്മയും കൂടി ഈ സാറിൻ്റെ മുന്നിലേക്ക് ചെല്ലുകയാണ്. എൻ്റെ പൊന്ന സാറേ, അതെ നമ്മുടെ കയ്യിൽ ആ തട്ടിക്കൊണ്ട് പോയവരുടെയും വണ്ടിയുടെ നമ്പരും ഒക്കെ ഉണ്ട് കേട്ടോ. പ്രൊഫസറെ, ആ വണ്ടിയുടെ നമ്പരൊന്ന് പറഞ്ഞു കൊടുത്തേ. അപ്പോൾ പ്രൊഫസർ ഒരു പേപ്പറിൽ എഴുതിയ തുണ്ട് ദേണ്ട ഈ പോലീസുകാരൻ്റെ കയ്യിലേക്ക് കൊടുക്കുക. ഈ വണ്ടിയിൽ അവർ വന്നത് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രകോപനം ഉണ്ടായിട്ടില്ല. അവരെത്ര പേരുണ്ടായിരുന്നു? 4-5 പേരുണ്ടായിരുന്നു സാറേ. കുറേ നേരമായിട്ട് അവർ ഞങ്ങളുടെ കാറിൻ്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഏതാണ്ട്
ചാലക്കുടി സിഗ്നൽ തൊട്ട് തന്നെ ഉണ്ടായിരുന്നു. നിർത്താതെ ഓൺ അടിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ ഏതെങ്കിലും പിള്ളേർ സെറ്റായിരിക്കുമെന്നാണ് ഞങ്ങൾ ആദ്യം കരുതിയത്. പക്ഷേ അവർക്ക് ഓവർടേക്ക് ചെയ്യാനായിട്ട് പ്രൊഫസർ സൈഡ് കൊടുത്തതുമാണ്. എന്നിട്ടും അവർ പോയതേയില്ല. പിന്നാലെ തന്നെ അവർ പിടിക്കുകയും ചെയ്തു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേ പിന്നിലവരെ വണ്ടി കാണാനില്ല. എവിടുന്നാ പിന്നെ എപ്പോഴാണ് ഈ ഇൻസിഡൻറ്റ് ഉണ്ടായത്? അത് പിന്നെ സാർ, അവരുടെ കാറ് കാണാതിന് ശേഷം 1/2 മണിക്കൂർ കഴിഞ്ഞ് കാണും. പെട്ടെന്നായിരുന്നു അവരുടെ വണ്ടി ഞങ്ങളുടെ കാറിൻ്റെ ഓപ്പോസിറ്റ് വന്ന് മുന്നിൽ കൊണ്ട് നിർത്തി. സാറേ, വേറെ വളരെ മാന്യമായിട്ട് അവർ സംസാരിച്ചത്. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, ഒന്ന് വരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആദർശേട്ടൻ അത് സമ്മതിക്കുകയും ഇറങ്ങി ചെല്ലുകയും ചെയ്തു. അപ്പോഴേട്ടോ പിന്നെയാ ഈ സംഭവങ്ങളൊക്കെ പെട്ടെന്നായിരുന്നു സാറേ. സാർ, അതിൻ്റെ ആ വീഡിയോ, ആദർശനെ തട്ടിക്കൊണ്ട് പോയവരുടെ വീഡിയോ ഞങ്ങൾ എടുത്തിട്ടുണ്ട് സാർ എന്ന് പറഞ്ഞ് വേണ്ട അവിടെയാളുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഇവരോ എന്നിങ്ങനെ ചോദിച്ചു കേട്ടോ. അതെ സാർ, ഇവർ തന്നെ. നോക്ക് സാർ, ഷോൾഡറിൽ കൈയൊക്കെ വച്ചിട്ടുണ്ട്. ആദ്യം അയാളോട് സംസാരിച്ചത്, ഈ ആദർശനോട് സംസാരിച്ചത് അയാളാണ്. അപ്പോൾ ഈ പോലീസുകാരനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാളുടെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. ഹലോ സാർ, അതെ സാർ, ഇതൊരു മാൻ മിസ്സിങ് പെറ്റീഷനാണ് സാർ. അതെ സാർ, അത് തന്നെയാണ് സാർ, പേര് ആദർശ് എന്ന് തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ സാർ, ശരി, എനിക്ക് അയാളുടെ ഫാമിലി ഇൻഫോം ചെയ്യാമല്ലോ അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഓക്കെ സാർ, ശരി സാർ എന്ന് പറഞ്ഞ് ഇയാൾ ഫോൺ വെച്ചു. അപ്പോൾ വേഗം തന്നെ വേണ്ടി ചോദിക്കാം. ഇപ്പോൾ ആരോ സാറിനെ വിളിച്ചായിരുന്നല്ലോ, ആദർശേൻ്റെ പേര് പറഞ്ഞല്ലോ. എന്താ സാർ, എന്താ പ്രശ്നം? ഫാമിലി ഇൻഫോം ചെയ്യട്ടെ എന്നൊക്കെ ചോദിച്ചത്. എന്താ സാർ, ആരാ സാർ ആദർശനെ തട്ടിക്കൊണ്ട് പോയത് എന്ന് ചോദിച്ചു. ആദർശനെ ആരും തട്ടിക്കൊണ്ട് പോയിട്ടില്ല. തട്ടിക്കൊണ്ട് പോയിട്ടില്ല എന്നോ? ഞങ്ങളുടെ മുന്നിൽ വെച്ച് നടന്ന സംഭവമാണോ സാറ് നടന്നിട്ടില്ല എന്ന് പറയണത്? അത് ശരിയായിരിക്കും, നിങ്ങളുടെ മുന്നിൽ നടന്നതെല്ലാം ശരി തന്നെ, പക്ഷേ തട്ടിക്കൊണ്ട് പോയതായിരുന്നില്ല എന്ന് പറഞ്ഞു. അത് അറസ്റ്റ് ചെയ്താണ് കൊണ്ടുപോയത് പോലീസിൻ്റെ ഭാഗത്തു നിന്ന്. ഞെട്ടിപ്പോയിട്ടോ. അല്ല സാറേ എന്തൊട്ട് വർത്താനീ പറയണത്? അറസ്റ്റ് ചെയ്യാൻ മാത്രം ആദർശേട്ടന് എന്ത് തെറ്റാ സാർ ചെയ്തത് എന്ന് ചോദിച്ചു. അപ്പോൾ വേഗം ഞെട്ടിപ്പോയിട്ടോ. അതെ, പോലീസ് അറസ്റ്റ് ചെയ്തോ? എന്താ സാർ, എന്തിനാ സാർ അറസ്റ്റ് ചെയ്തത് എന്ന് ചോദിച്ചു. അതെ, ബാങ്കിൻ്റെ പരാതിയിലാണ് പോലീസ് ആദർശിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബാങ്കിൻ്റെ പരാതിയിലോ? അതിന് എൻ്റെ ആദർശേട്ടൻ എന്താ സാർ കുറ്റം ചെയ്തത്? ബാങ്കിലെ തിരിമറി നടത്തി 25 കോടി രൂപയാണ് ആദർശ് കള്ളത്തരത്തിൽ മുക്കിയെടുത്തിരിക്കുന്നത്. അതിൻ്റെ പേരിലാണ് അറസ്റ്റ് ചെയ്തത്. എൻ്റെ വഴക്കുന്നതാ 25 കോടിയോ എന്ന് ചോദിച്ചു. സാർ, ഞാനൊരു പ്രൊഫസറാണ് സാർ, ഒരിക്കലും എൻ്റെ മക്കൾ ആരുടെയും 1 രൂപ പോലും കട്ടെടുക്കില്ല സാർ എന്ന് പറഞ്ഞു. സാർ, ഇതെന്തോ കള്ളത്തരത്തിൽ സംഭവിച്ചു പോയതാ സാർ, എൻ്റെ മോനെ ഒന്ന് കാണണം. ആദർശിനെ ഞങ്ങളല്ല അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കറിയില്ല. ഈ കേസിനെ സംബന്ധിക്കുന്ന മറ്റ് വിവരങ്ങളൊന്നും ഞങ്ങൾക്കറിയില്ല എന്ന് ഇദ്ദേഹം പറഞ്ഞു കേട്ടോ. അപ്പോൾ വേഗം വേണി എഴുന്നേറ്റിട്ട്, എൻ്റെ പൊന്ന് സാറേ, കൈകൂപ്പി നിൽക്കുകയാണ് പാവം എൻ്റെ എനിക്ക് ആദർശേട്ടന് വേണ്ടി കാല് പിടിച്ച് ഞാൻ പറയാം സാറേ. ആദർശേട്ടൻ എവിടെയുണ്ടെന്ന് സാറിനറിയാം. സാറൊന്ന് പറയണം. ഇനി ആദർശേട്ടന് എന്താണെങ്കിലും ഒരിക്കലും ഇത് ചെയ്യില്ല കേട്ടോ സാറേ. ആദർശേട്ടൻ എവിടെയാണെന്ന് ഒന്ന് പറഞ്ഞു സാറേ പ്ലീസ്, അല്ലാതെ വേണി ഇവിടെ നിന്നില്ല പോവൂല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം തന്നെ ഇയാളിങ്ങനെ നോക്കി നിന്നിട്ട് ഇയാൾക്ക് സഹതാപം തോന്നി കേട്ടോ. വേഗം തന്നെ സങ്കടമായി അയാൾക്കും. അപ്പോൾ സ്പെഷ്യൽ ടീം ഇപ്പോൾ ആദർശിനെയായിട്ട് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. അതുകൊണ്ട് DYSP നേരിട്ടാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. നിങ്ങൾ DYSP ഒന്ന് പോയി ചെന്ന് കാണൂ. ആ മേഡത്തിൻ്റെ സ്വഭാവം വച്ചിട്ട് അവർ നിങ്ങളെ സഹായിക്കും എന്നുള്ള ഒരു സാധ്യതയും എനിക്ക് തോന്നണില്ല എന്നൂടെ ഇദ്ദേഹം പറഞ്ഞു കേട്ടോ. എങ്കിലും നിങ്ങൾ അവരെ ചെന്നൊന്ന് കാണൂ എന്നൂടെ പറഞ്ഞ് ഇവരെ പറഞ്ഞു വിടുകയാണ് ഇദ്ദേഹം. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സി യു അഗെയിൻ.